യുഎസിന്റെ ആക്രമണം ഏതു നിമിഷവും ഉണ്ടാകുമെന്നിരിക്കെ ഇറാനിലെ തെക്കൻ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിൽ ശക്തമായ സ്ഫോടനം. 4 വയസ്സുള്ള കുട്ടി മരിക്കുകയും 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ട്. 8 നില കെട്ടിടത്തിലാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമല്ല. ഗ്യാസ് ചോർച്ചയാകാമെന്നാണ് പ്രചരിക്കുന്നത്. സ്ഫോടന ശബ്ദം 50 കിലോമീറ്റർ അകലെ വരെ കേട്ടെന്നും പറയപ്പെടുന്നു. കെട്ടിടത്തിന്റെ ആദ്യത്തെ 2 നിലകൾ പൂർണ്ണമായും തകർന്നു. സമീപത്തെ കടകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുണ്ട്. സ്ഫോടനത്തിൽ നേവി കമാൻഡർ അലിറേസ ടാങ്സിരി കൊല്ലപ്പെട്ടെന്ന വാർത്ത ഇറാൻ സായുധ സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് നിഷേധിച്ചു. അതേസമയം റവല്യൂഷണറി ഗാർഡ് നാവിക കമാൻഡറെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന വാർത്തകളെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസി തള്ളിക്കളഞ്ഞു. സ്ഫോടനത്തിന് കാരണം എന്താണെന്ന് അന്വേഷിക്കുകയാണെന്ന് ഹോർമോഗ് പ്രവിശ്യയിലെ ക്രൈസിസ് ഡയറക്ടർ ജനറൽ ഓഫ് ക്രൈസിസ് മാനേജ്മെന്റിനെ ഉദ്ധരിച്ച ഔദ്യോഗിക ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സ്ഫോടനം നടന്ന കെട്ടിടത്തിന്റെ മുൻഭാഗം പൊട്ടിത്തെറിച്ചതായും ഉൾഭാഗങ്ങളിലുള്ള വസ്തുക്കൾ പുറത്തുവന്നതായും സ്റ്റേറ്റ് ടെലിവിഷൻ സംപ്രേഷണം ചെയ്ത ചിത്രങ്ങളിലുണ്ട്. കെട്ടിടഭാഗങ്ങൾ ചിതറിക്കിടക്കുകയാണ്. മറ്റ് ഇറാനിയൻ മാധ്യമങ്ങളും സമാനമായ റിപ്പോർട്ടുകൾ നൽകിയെങ്കിലും സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമല്ല. യുഎസുമായി സംഘർഷ സാധ്യത നിലനിൽക്കെയാണ് ഇറാനിൽ സ്ഫോടനങ്ങൾ ഉണ്ടായത്. ആണവ കരാറിന്റെ പേരിലും പ്രക്ഷോഭങ്ങളുടെ പേരിലും സൈനിക നടപടി ഉണ്ടാകുമെന്ന് ഇറാന് യുഎസിന്റെ ഭീഷണിയുണ്ടായിരുന്നു. അതിനിടെ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സൈനികാഭ്യാസം നടത്താൻ ഒരുങ്ങുകയാണ്. ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് സൈനികാഭ്യാസമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിമാനവാഹിനി അടക്കം മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ള യുഎസ് നാവിക സന്നാഹത്തിനുള്ള മറുപടിയാണിത്. ആക്രമിക്കപ്പെട്ടാൽ തിരിച്ചടി നൽകാൻ സർവ്വസജ്ജമാണെന്നും തങ്ങളുടെ ആണവ സാങ്കേതിക വിദ്യ തകർക്കാൻ കഴിയില്ലെന്നും ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകി. അതേസമയം ആഴ്ചകൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയെ ടെഹ്റാനിലെ പൊതുപരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഹോർമുസ് കടലിടുക്കിലാണ് ബന്ദർ അബ്ബാസ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ സമുദ്രമാർഗ എണ്ണ വ്യാപാരത്തിന്റെ 1/5 ഭാഗവും ഇതുവഴിയാണ്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ തുറമുഖത്തുണ്ടായ വലിയ സ്ഫോടനത്തിൽ 12ഓളം പേർ കൊല്ലപ്പെടുകയും 1000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇരുപക്ഷവും യുദ്ധസന്നാഹങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനിടയിലും നയതന്ത്ര നീക്കങ്ങൾ സജീവമാണ്. അമേരിക്കയുമായി ചർച്ചാഘടനയ്ക്ക് രൂപം നൽകി വരികയാണെന്ന് ഇറാൻ ദേശീയ സുരക്ഷാ മേധാവി അലി ലാറിജാനി എക്സിൽ കുറിച്ചു. എന്നാൽ മറ്റു വിശദാംശങ്ങളൊന്നും അദ്ദേഹം പങ്കുവച്ചില്ല. ഇറാനുമായി ആശയവിനിമയം തുടരുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണാമെന്നും ട്രംപ് പ്രതികരിച്ചു. ഇറാനെതിരെ സ്വീകരിക്കുന്ന നടപടിയെക്കുറിച്ച് ഗൾഫിലെ സഖ്യരാജ്യങ്ങളെ ഇതുവരെ വിവരം അറിയിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ യുദ്ധമുണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ ശക്തമാക്കുകയാണ് ഇറാനും ഇസ്രയേലും. ടെഹ്റാനിൽ 82 മെട്രോ സ്റ്റേഷനുകൾ താൽക്കാലിക ഷട്ടറുകളാക്കി മാറ്റുമെന്ന് ക്രൈസിസ് മാനേജ്മെന്റ് സംഘടനാ മേധാവി അലി നസ്രി അറിയിച്ചു. ആശുപത്രികൾ ഉൾപ്പെടെ എല്ലാം സജ്ജമായിരിക്കണമെന്ന് ഇസ്രയേലും നിർദ്ദേശം നൽകി. ഇറാനുമേൽ ആക്രമണഭീതി ഇരുണ്ടുകൂടിയതിനിടെ $667 കോടി ആയുധങ്ങൾ കൂടി അമേരിക്ക ഇസ്രയേലിന് നൽകി. യുഎസ് കോൺഗ്രസ് അംഗീകരിച്ച ഇടപാടിൽ സൗദി അറേബ്യയ്ക്ക് $900 കോടി ആയുധങ്ങൾ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. 30 അപ്പാച്ചെ ഹെലികോപ്റ്ററും അനുബന്ധ ഉപകരണങ്ങളുമാണ് ഇസ്രയേലിന് നൽകുക. ഇതിനിടെ ഇറാനുമേൽ അമേരിക്ക കൂടുതൽ ഉപരോധം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇറാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് 7 വ്യക്തികൾക്കുമെതിരെയാണ് പുതിയ ഉപരോധം. ഇതോടെ ചർച്ചാ സാധ്യതകൾ വഴിമുട്ടിയിരിക്കുകയാണ്. യുഎസുമായി തങ്ങൾ കരാർ ആഗ്രഹിക്കുന്നുവെന്ന ട്രംപിന്റെ പ്രതികരണത്തിന് മറുപടിയുമായി ഇറാൻ രംഗത്തെത്തുകയും ചെയ്തു. അമേരിക്കയുമായി പുതിയ ആണവ ചർച്ച പരിഗണനയിലില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. ആണവ പദ്ധതി ഉപേക്ഷിക്കുക, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി നിജപ്പെടുത്തുക, സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകർക്കെതിരായ ശിക്ഷാ നടപടി ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങളാണ് ട്രംപ് മുന്നോട്ട് വെച്ചത് എന്നാണ് റിപ്പോർട്ട്. യുദ്ധം ആഗ്രഹിക്കുന്നില്ലെങ്കിലും അടിച്ചേൽപ്പിച്ചാൽ ശത്രുവിന്റെ കേന്ദ്രങ്ങൾക്കും ഇസ്രയേലിനുമെതിരെ ആഞ്ഞടിക്കുമെന്നും ഇറാൻ താക്കീത് നൽകി. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം യുഎസിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും വിമാനവാഹിനി കപ്പലുകളും നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.